Good morning, guys. Hello, guys. Good morning. Welcome back to my YouTube channel. So, ഞാൻ ഭയങ്കര പതുക്കെയാണ് സംസാരിക്കുന്നത്. കാരണം ഇപ്പോൾ മോർണിംഗ് ഷിഫ്റ്റിന് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ സമയം 5 മണിയാണായിട്ടുള്ളത്. I go to work without getting late. And I never go late. So, കാരണം യൂഷ്വലി എനിക്ക് വേറെ തലവേദനയൊന്നുമില്ല. ജസ്റ്റ് പോവുക എന്നുള്ള ഒരു ഇത് മാത്രമുള്ള വീഡിയോയാണ്. പക്ഷേ ഇന്ന് ഞാൻ യൂട്യൂബിന് വേണ്ടി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. I don't want to get late. Let's cleanse our face first. കാരണം യൂഷ്വലി ഞാൻ ഇത്ര രാവിലെ എനിക്ക് ചെയ്യാറില്ല. മോർണിംഗ് വർക്കൗട്ട് എനിക്ക് പൊതുവെ അങ്ങനെ ഇഷ്ടമല്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. സിൻസ് ലാസ്റ്റ് 2 weeks I'm doing morning shift. ഞാൻ പൊതുവെ ഒരു മോർണിംഗ് പേഴ്സൺ അല്ല. പക്ഷേ മോർണിംഗ് വർക്കുള്ള മാത്രം ഞാൻ ഇതിന് മുമ്പ് കാണാത്ത സമയത്തൊക്കെ എണീക്കും. ഇപ്പം ഞാൻ എനിക്കൊരു 4:35 എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് എന്താ പറയുക, ഡ്രസ്സെല്ലാം എടുത്ത് വെച്ച്, അതേപോലെ തന്നെ എന്താണ് നമുക്ക് ഇന്നത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഫുഡ് അതെല്ലാം എടുത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു സമയമാകും. ആൻഡ് അത് കഴിഞ്ഞിട്ട് റെഡിയായി പോവുക. ഇന്നെനിക്ക് 2:15 വരെയാണ്, 2:15 വരെയാണ് വർക്കുള്ളത്. അത് കഴിയുമ്പോൾ ഞാൻ തിരിച്ച് വരും. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ബാക്കി എന്തൊക്കെയാണ് പ്ലാൻസ് എന്ന് അപ്പം കാണാം. ഇപ്പം ഞാനൊന്ന് പെട്ടെന്ന് പോയി റെഡി ആയിട്ട് വരാം. ഓക്കെ, സോ പെട്ടെന്നുള്ളൊരു ക്വിക്ക് ചേഞ്ച് ആയിരുന്നു. ഇപ്പോൾ ഇതാണ് എൻ്റെ യൂണിഫോം. അത് ഞാൻ നിങ്ങളെ വഴിയെ കാണിക്കാം. പക്ഷേ ഇന്നലെയാണ് ഞാൻ ഫസ്റ്റ് വീഡിയോ ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇന്ന് മോർണിംഗ് ഷിഫ്റ്റാണ്. പക്ഷെ ഞാൻ ഇട്ട സമയം തെറ്റായിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഐ വാസ് വെരി എക്സൈറ്റഡ്. എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഹൗ വിൽ ബി ദ റിയാക്ഷൻ, വാട്ട് വിൽ ബി ദ ഫീഡ്ബാക്ക്. അത് കാരണം ഞാൻ ഇന്നലെ ഉറങ്ങിയത് ഭയങ്കര കുറേ തോട്ട്സായിട്ട് ഉറങ്ങിയത്. നാളെ ഇനി എന്ത് ചെയ്യാം, അടുത്ത ഇനി എന്ത് ചെയ്യാം. സോ ഞാൻ ഫസ്റ്റ് ഒരു സ്നീൽ ലെസൺസ് ആണ് തരാൻ പോകുന്നത്. എൻ്റെ വോയിസ് എത്രത്തോളം ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഈ സമയത്ത് ഞാൻ ഇവിടെ കിടന്ന് ഒച്ച വെച്ച് അല്ലാതെ നിലവിളിച്ചാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും ഗൈസ്. അതുകൊണ്ട് ഞാൻ പതുക്കെയാണ് സംസാരിക്കുന്നത്. ഒരു മൈക്ക് വാങ്ങിച്ചെന്തായിരിക്കും, ആദ്യം തുടങ്ങി ഒന്ന് സെറ്റ് ആവട്ടെ, അതിനുശേഷം നമുക്ക് മൈക്ക് വാങ്ങിക്കാം. ഓക്കെ, സോ ഞാൻ ഏർലി മോർണിംഗ് ആയിട്ട് എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്കിൻ ഡ്രൈ സ്കിന്നാണ്. വാട്ട് ഐ എം വെയറിങ് ഇസ് ബേബി ലോഷൻ. I'm still a baby. I'm still a baby. ഈ വീഡിയോ ഞാൻ എന്തൊക്കെയാണ് കാണിക്കുന്നത്, മറ്റേത് ഞാൻ പ്ലാൻ ചെയ്ത് പ്രിപ്പയർഡ് ആയിട്ടിരുന്ന അടുത്ത വീഡിയോ ആണ്. ഇതിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് വലിയ പിടിയില്ല. കാരണം ഞാൻ നല്ല ഒരു മൈൻഡിലല്ല ഇപ്പോൾ. കാരണം ഇറ്റ്സ് നോട്ട് ടെൻഷൻ. I want to get late for work, you know guys. So അതിനെല്ലാത്തിനുള്ള ടൈം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ? But yeah, it's fine for now. And I need to wash my hands because let me see what's the time. Okay, it's 5:10. Let's wait for it to get
എനിക്ക് ആപ്പാട് അറിയാവുന്ന 2 ഹെയർ സ്റ്റൈലാണ്. ഒരു പോണിറ്റെയിലും അറിയാം, പിന്നെ ഒരു ഹാഫ്, what do you call it, ഹാഫ് പോണിറ്റെയിൽ, അതും അറിയാം. സോ യാ, എല്ലാവർക്കും നല്ലൊരു അടിപൊളി ഡേ ആയിരിക്കട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. ബിക്കോസ് everyone deserves that. ഞാൻ ഈ പറയുന്നത് തന്നെ ഇതിനകത്ത് വരും എന്നൊന്നും ഒരു വാശിയില്ല കേട്ടോ. ഇറ്റ് ക്യാൻ ചേഞ്ച് അക്കോർഡിംഗ് ടു മൈ വോയിസ്. ക്ലിയർ ആണെങ്കിൽ ഞാൻ ഇത് തന്നെ ഇടുന്നതായിരിക്കും. ഓർ if it's this is fine, I think this, I always end up doing this hairstyle somehow. എനിക്ക് ഹെയർ സ്റ്റൈൽ അറിയത്തുള്ളൂ ഗൈസ്. ആൻഡ് ആഫ്റ്റർനൂണാണ് ഷിഫ്റ്റിങ്. ഞാൻ കുറച്ചൊക്കെ എന്താ പറയുക, ട്രയൽ ചെയ്ത് നോക്കി. സമയം കളയാൻ സമയമുണ്ട്, പക്ഷെ ഇപ്പോൾ അതില്ല. സോ നമ്മളെന്താ പറഞ്ഞിർത്തിയ, ഞാൻ ഇന്നലെ കുറേ കാര്യങ്ങൾ പ്ലാനൊക്കെ ചെയ്ത് എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് കിടന്നുറങ്ങിയത്. പക്ഷേ ഇപ്പോൾ അതൊന്നും എനിക്ക് ഓർമ്മയില്ല. പെർഫെക്റ്റ് ആയിട്ടൊന്നുമില്ല. ഓക്കെ, ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ വി വിൽ നോട്ട് ഡു ഇറ്റ്. നമ്മളതിങ്ങനെ നീക്കി വെച്ചുകൊണ്ടിരിക്കും. എന്നെപ്പോലെ ഞാനങ്ങനെയാണ്. ഞാൻ പെർഫെക്റ്റായിട്ട് ചെയ്യാനില്ല, പക്ഷെ പിന്നെ ചെയ്യാം. നാളെ എന്തായാലും ചെയ്യും, നോക്കൂ ഉടനെ. പക്ഷെ അതൊന്നും നടക്കത്തില്ല. നമുക്കപ്പം നമ്മളൊരു ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ എന്തും ജീവിതത്തിൽ മുമ്പോട്ട് പോകത്തുള്ളൂ. അല്ലാതെ നമ്മൾ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ നത്തിങ് ഈസ് ഗോണ ഹാപ്പൻ. ഞാൻ ഇപ്പോഴേ പറയുക, അതിന് എല്ലാവരും പൊതുവെ കാര്യങ്ങളാണ്. സോ യാ, ഡു ഹാവ് കുറച്ച് ഡാർക്ക് സർക്കിൾസ്, കുറച്ചില്ല, പണ്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു. കാരണം ഉറക്കത്തിന് കൂടുതലുമുണ്ട്. ചുമ്മാ ഞാൻ നാട്ടിലായിരുന്നു ഗൈസ്, എൻ്റെ ഉറക്കം ആകെപ്പാട് കോമഡി ആയിരുന്നു. കാരണം ഞാൻ ഉറങ്ങുന്നതേ രാവിലെയാണ്. വർക്കോ വേറെ അത്യാവശ്യം ഇതൊന്നുമല്ല, എന്തെങ്കിലും ഗെയിമൊക്കെ കളിച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് സംസാരിച്ച് അങ്ങനെ ഇരിക്കും. ഓക്കെ, എനിക്ക് ഒരുപാട് ഒരു പ്രൊഡക്റ്റിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് എനിക്കറിയാവുന്നത് ഞാൻ ചെയ്ത് റെഡിയായതാണ്. ഒരു സമയം കിടക്കട്ടെ, ചുമ്മാ ഒരു ഭംഗിക്ക്. നമുക്ക് അവിടെ മെയിനായിട്ട് ഒരു മാജിക് കാണിച്ചിടാം. എങ്ങനെയുണ്ട് ഗൈസ്? നന്നായില്ലേ? അപ്പോൾ എൻ്റെ ഒരു ഏർലി മോർണിംഗ് ഷിഫ്റ്റ് എങ്ങനെ പോകും എന്നാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ആൻഡ് ലെറ്റ്സ് ഗോ ഗെറ്റ് റെഡി. ഐ എം ഓൾറെഡി ഡൺ വിത്ത് മൈ ലുക്സ് ആൻഡ് എവറിത്തിങ്. ഇനി പോയി എന്തെങ്കിലും ഒരു വെള്ളം കുടിക്കുക, കോഫി, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത കിച്ചണിൽ കയറാം. ഒരു കാര്യം കൂടെ മറന്നു പോയി ഗൈസ്, കുറച്ച് വെള്ളം തിളപ്പിക്കണം. പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾക്കറിയാം, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എൻ്റെ കൂടെ ആരുമില്ല. എൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ എനിക്കൊരു കോപ്പമില്ല. Sorry guys. So yeah. കുറച്ച് സൺസ്ക്രീൻ കൊടുക്കാം ഗൈസ്. കാരണം ഇപ്പം ഇവിടെ ചൂടാണ്. എനിക്ക് പൊതുവേ വിൻ്ററാണ് ഇഷ്ടം. പക്ഷേ വിൻ്ററിൽ
എല്ലാം നല്ലയാവത്തില്ലല്ലോ. വിൻ്ററിൽ എനിക്ക് ഇപ്പം നമുക്കൊരു കാര്യം ഇഷ്ടമാണെന്ന് പറയുമ്പം അതിനകത്ത് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും കാണും. അതേപോലെ വിൻ്ററിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഡേ ലൈറ്റ് ഒട്ടും കിട്ടത്തില്ല. അതെനിക്ക് ഭയങ്കര ഡാർക്കാണ് ഗൈസ്. സോ നമുക്ക് ഇപ്പോൾ സണ്ണുള്ളപ്പം ഇതെല്ലാം ഇട്ട് പുറത്തിറങ്ങിയാൽ കുറച്ച് നല്ലതായിരിക്കും എന്നാണ് കേട്ടിട്ടുള്ളത്. ഇല്ല, നല്ലതാണ് ഗൈസ്, നിങ്ങളത് യൂസ് ചെയ്യണം. സൺസ്ക്രീൻ ഈസ് എ മസ്റ്റ് തിങ്. അപ്പോൾ എന്താ പറയുക, അതാവട്ടെ. ഞാൻ ഇവിടെ വന്ന് സംസാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെച്ചത്. അപ്പോൾ ഇന്ന് ഒരു നോർമൽ മോർണിംഗ് റൂട്ടീൻ ലൈഫാണ്. അത് രാവിലെ എണീക്കണം, അതാണ് ഏറ്റവും വലിയ മടിയുള്ള കാര്യം. എനിക്ക് പൊതുവേ മോർണിംഗ് ഷിഫ്റ്റിനൊരു ഇഷ്ടം ഐദർ നൈറ്റ് ഷിഫ്റ്റ് ഓർ ക്ലോസ്. പക്ഷേ ഈ ലാസ്റ്റ് 2 weeks ആയിട്ട് ഞാൻ മോർണിംഗ് ഷിഫ്റ്റ് തന്നെയാണ് ഗൈസ്. ബിക്കോസ് റെസ്റ്റ് ഓഫ് മൈ കൊളീഗ്സ് ആർ ആഫ്റ്റർ മീ. സോ അതങ്ങനെയാണ്. ഞാൻ അമ്മയൊക്കെ പോയിട്ടുണ്ട്, അവരും അവരെ ഇഷ്ടപ്പെട്ടിട്ടാവും അങ്ങനെ. അപ്പോൾ ഇതിനകത്ത് പൊതുവെ എന്താണെന്നുള്ളത് അവിടെ കാണാം. കാരണം അവിടെ ഞാൻ ഇതേപോലെ എനിക്ക് വെച്ച് സംസാരിച്ച് കേൾക്കാനുള്ള ഗ്യാപ്പില്ല. കാരണം അവിടെ ഫോൺ അലൗഡ് അല്ല ഗൈസ്. വർക്കിംഗ് ടൈമിൽ നോ ഫോൺ. ഐ ടോക്ക് ടു യു ഗൈസ് ഓൺ മൈ ബ്രേക്ക് ടൈം വിച്ച് ഇസ് ലൈക്ക് 1 hour. സോ അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എന്തായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു വർക്ക്, എങ്ങനെ ഉണ്ടായിരുന്നു ഡേ എന്നൊക്കെ സംസാരിക്കാം. സോ ഞാൻ എനിക്കെല്ലാവർക്കും നല്ലൊരു വിഷ് ചെയ്യുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഹാവ് എ ഗുഡ് പോസിറ്റീവ് ഹാപ്പി ഡേ ഗൈസ്. സോ പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ വരാത്തതായിരിക്കും, അതുകൊണ്ട് എന്നാലും ഇരിക്കട്ടെ. എല്ലാ ദിവസവും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ല നമുക്കെല്ലാവർക്കും. മോർണിംഗ് either I'll start with a coffee. First of all, I'll drink some water. Other than that, I'll have a coffee or like warm water. അതാണ് ഞാൻ കുടിക്കാറുള്ളത് മോർണിംഗ് വർക്കിന് പോകുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാനിവിടുന്ന് ഒരു 5:45 ആകുമ്പോഴത്തേക്ക് ഇറങ്ങണം. 5:45-50 ആകുമ്പോൾ ഇറങ്ങണം. സോ ഐ റീച്ച് ദർ ബൈ 6:10 ആൻഡ് I'm all set to go. ഇനി ഷൂസ് ഇട്ട് സോക്സ് ഇട്ട് എന്തെങ്കിലുമൊക്കെ ഇതേപോലെ കുടിച്ച് എടുക്കാനുള്ള സാധനങ്ങളൊക്കെ എത്തിച്ചിട്ട് ഇന്ന് എനിക്ക് വൈകി എന്ന് പറഞ്ഞാൽ യൂഷ്വൽ മൺഡേ മോർണിംഗ് ആണ് പറഞ്ഞത്. പക്ഷേ അതെല്ലാം തരണം ചെയ്ത് ഞാൻ റെഡിയായി നമ്മുടെ മുമ്പിലേക്കില്ല. അത് കിട്ടില്ല വിചാരിക്കും, എന്താ ഈ കൊച്ചു കിടന്ന് പറയുന്നേ. ഏത് അങ്ങനെ പുക കാണാമോ, പുക കാണാമോ ഗൈസ്? ഇല്ലെങ്കിൽ കണ്ടോളൂ. നിങ്ങൾക്ക് പുക കാണിച്ചില്ലെങ്കിൽ മാത്രം കണ്ടില്ലേ അങ്ങനെ പറഞ്ഞ സാറ് നിങ്ങളെല്ലാം കാണിക്കും. ഇല്ല ഗൈസ്, സാറ് നിങ്ങളെല്ലാം കാണിക്കില്ല. ഇന്ന് കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട്, അതെല്ലാം കറക്റ്റായിട്ട് നടന്നേ പറ്റൂ. കാരണം അത് സർപ്രൈസാണ്. ഞാൻ ബ്രേക്കിന് വരുമ്പം നിങ്ങളൊക്കെ പറയുന്നതായിരിക്കും എന്താണ് ഇന്നത്തെ ബാക്കി പ്ലാനെന്ന്. കാരണം എൻ്റെ ഷിഫ്റ്റ് തീരുന്നത് 2:15 ഞാൻ ജിമ്മിലൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ് ഗൈസ്. ബിക്കോസ് ഐ വർക്ക് ഇൻ സ്പോർട്സ് ടോക്ക് ജിം. സോ ജിമ്മിലൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ അത് ഐ എം നോട്ട് കൺസിസ്റ്റൻറ്റ്. ഐ എം നോട്ട് എ ജിം പേഴ്സൺ അറ്റ് ഓൾ. അപ്പോൾ കാർഡിയോ ഇസ് ഫൈൻ, ജൂംബ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷേ അതാണ്. അപ്പോൾ കണ്ടിന്യൂ ചെയ്യണം. എങ്ങനെയാണ് ഇതെന്ന് നമ്മൾ കുറച്ച് ഇതിന് വേണ്ടി ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ട്രാക്ക് ലൈവിന് കഴിയുകയാണെങ്കിൽ നമുക്ക് അതും കൂടി സ്റ്റാർട്ട് ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കാം. അപ്പോൾ നല്ല ചൂടുണ്ട്. കുത്തനെ ഊതി കുടിക്കാൻ ഇഷ്ടമുണ്ട്. എനിക്കത് ഇഷ്ടമല്ല. കാരണം എൻ്റെ നാക്ക് പൊള്ളും. എപ്പോൾ ഞാൻ എന്ത് കുടിച്ചാലും എൻ്റെ നാക്ക് തരിക്കും. പിന്നെ കഴിക്കുന്ന ഫുഡിൻ്റെ ടേസ്റ്റൊന്നും അങ്ങനെ കിട്ടാറില്ല. ഐ വോണ്ട് ടു ബാലൻസ്. ഞാൻ പറയുന്നതെല്ലാം ക്ലിയർ ആകുമോയെന്ന് എനിക്കൊരു പിടിയില്ല. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാനിനി മൈക്കൊക്കെ വെച്ച് ഹലേ എന്ന് സംസാരിക്കേണ്ടി വരും. പക്ഷേ ഗൈസ് 32 ആയി ഗൈസ്, 32 ആയി. ഞാൻ പോയി പെർഫ്യൂം അടിച്ച് ഷൂസ് ഇട്ട് വരാം. ഓക്കെ, പെർഫ്യൂം ഇസ് എ മസ്റ്റ് ബിക്കോസ് യു നോ ഐ ആം എ വാട്ട് കമൺ ഡൗൺ മൈ വേ. ഇത് എനിക്ക് കിട്ടിയ ബർത്ത്ഡേ ഗിഫ്റ്റാണ്.
എന്നെ തന്നെ മണക്കാറില്ല, ഇത് മണക്കുന്നത് എന്ത് പറയാ. ഇന്നത്തെ ഷിഫ്റ്റിൽ ഭയങ്കര ബിസി ആയിരുന്നു. ടൈം കിട്ടിയില്ല. ഞാനൊരു കോഫി കുടിച്ചു, വെള്ളം കുടിക്കുകയാണ്. This is the garden. This is the space which I sit for my break. നമ്മളിപ്പോൾ ഷിഫ്റ്റ് കഴിഞ്ഞ് തിരിച്ച് റൂമിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അകത്തുള്ള കോലം കണ്ടാൽ മനസ്സിലാവും. ഇങ്ങനെയാണ് ഇപ്പം ഞാൻ ഇരിക്കുന്നത്. ഇനി പോയിട്ട് പെട്ടെന്ന് കുളിച്ച് റെഡിയായി മൂവിക്ക് പോകണം. ഇല്ല എന്നുണ്ടെങ്കിൽ ടിക്കറ്റിൻ്റെ പൈസ ഡും.